3 പെൺകുട്ടികൾ നടത്തിയ ഒരു മോഷണം നമ്മൾ കാണാനിടയായി കേട്ടോ. അത് ഒരുപാട് ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ ഒരു സിനിമാ നടനും അതുപോലെ സീരിയൽ രംഗത്തൊക്കെ ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും കൂടാണ്. കൃഷ്ണകുമാർ, തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറിൻ്റെ മകള് ഒരു സ്ഥാപനം നടത്തി. അതായത് അതിൻ്റെ മകള് ദിയ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ ആ സ്ഥാപനം നടത്തി, അതായത് ഈ ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സ്വർണം അല്ല ആളുകൾ നോക്കുന്നത്, ഇപ്പോൾ കൂടുതലും ആളുകൾ നോക്കുന്ന റോൾഡ് ഗോൾഡ് തുടങ്ങിയ ആഭരണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ആഭരണങ്ങൾ ഈ പെൺകുട്ടികൾക്കൊക്കെ വലിയ ഹരമാണ്. ആ രീതിയിലുള്ള ആഭരണങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ബിസിനസ്സാണത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ല, വലിയ മുതൽ മുടക്കം അതിന് വേണം. അതിൻ്റെ വിറ്റുവരവും അതുപോലാണ്. ഞാനത് കണ്ടിട്ടുണ്ട്. 1-2 കടകളിൽ ഞാൻ ഈ സ്ഥാപനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വിൽപ്പനയാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് വലിയ വിറ്റുവരവ് ഉള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഈ പെൺകുട്ടി അത് നല്ല രീതിയിൽ തുടങ്ങി. പക്ഷേ അതൊരു ബിസിനസ്സുകാരി എന്ന് ഞാൻ അതിനെ പറയത്തില്ല. കാരണം അതിന് വിവരം ഇല്ല എന്ന് വേണം പറയാൻ. ബിസിനസ്സിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അതിന് കൃഷ്ണകുമാറിനെ നോക്കാൻ സമയം കാണത്തില്ല. കാരണം ഈ പെൺകുട്ടി നടത്തുന്ന ബിസിനസ്സല്ലേ, അത് നോക്കാനും സമയം കാണത്തില്ല. പക്ഷേ ഇത് ഈ പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതിന് ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് 8-9 മാസം കണ്ട് ഗർഭിണിയാണത്. അപ്പോൾ അതിന് കുറേ മാസങ്ങൾ, ഒരു 5-6 മാസം കടയിൽ പോകാൻ പറ്റിയില്ല. ഇവിടോട്ട് പോകാൻ പറ്റിയില്ല. അവിടുത്തെ ജീവനക്കാരികളാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ വിശ്വസിച്ച് ഈ കുട്ടി ഇതൊക്കെ ഏൽപ്പിച്ചേക്കാണല്ലോ. അവർ ചെയ്ത പണി എന്താണ്? അവിടെ ഇതിൻ്റെ ഈ സ്കാൻ ചെയ്യുന്ന QR കോഡ് ഉണ്ടല്ലോ, അത് അവിടുത്തെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു കോഡ് ഉണ്ടാക്കി വേറെ അങ്ങ് കൊടുത്തു. കാരണം ഇതിൽ പെടുന്ന അക്കൗണ്ട് ആ പണം മൊത്തം നേരെ അതിലോട്ട് പോകും. പിന്നെ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാർഡ് കൊടുത്താൽ എടുക്കത്തില്ല, ഇവിടെ ക്യാഷേ എടുക്കത്തുള്ളൂ കേട്ടോ. ക്യാഷ് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷായിട്ടേ കൊടുക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ വൈകുന്നേരം 5:30-6 മണി വരെ കാത്തിരുന്ന ക്യാഷ് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ഈ 3 എണ്ണം കൂടെ തുല്യമായിട്ട് കേട്ടോ. അവർ വളരെ സോഷ്യലിസ്റ്റിക് അപ്രോച്ച് ഉള്ളതാണ് ഈ പെൺകുട്ടികൾ 3. കാരണം 1500 രൂപ കിട്ടിയാൽ ഞങ്ങൾ 3ആയിട്ട് 500 വീതിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അവസാനം മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? ഈ ദിയയുടെ ഒരു കൂട്ടുകാരി അവിടെ എന്തോ സാധനം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കി അവർ കൊടുത്ത് ആ കുട്ടിക്ക് എന്തോ സംശയം തോന്നി. അത് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ ദിയയുടെ അക്കൗണ്ടിലേക്കല്ല ഈ പണം പോയിരിക്കുന്നത് എന്ന് തോന്നി. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അന്നേരമാണ് ഈ സംശയം തോന്നുന്നത്. അങ്ങനെ നോക്കിയെടുത്തപ്പോൾ എന്താ മനസ്സിലായേ? 69 ലക്ഷം രൂപ ഈ 3 എണ്ണം കൂടെ അടിച്ചേക്കാണ്. അടിച്ചിട്ട് അവരത് നശിപ്പിച്ചൊന്നുമില്ല കേട്ടോ. കാശ് ഒരാൾ കുറേ സ്വർണ്ണാഭരണം വാങ്ങിച്ചു, വേറെ ഒരെണ്ണം അത് വീട് വെച്ചു. കുറ്റമല്ല, നമ്മളൊന്നും പറയാൻ വെക്കല്ല, അതിന് വീട് വെക്കണ്ടേ. വേറൊരെണ്ണം കാറ് വാങ്ങിച്ചു, അതും നല്ലതാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ 3 എണ്ണം ഈ രീതിയിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അവസാനം എന്താ, ഇത് ഈ 30-ാം തീയതിയാണ് ഇവർക്ക് അത് അറിയുന്നത്. മെയ് 30-ന് തന്നെ ഈ കൃഷ്ണകുമാറിനും ഫാമിലിക്കും ഈ കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടികൾ വന്ന് ഈ കുറ്റം സമ്മതിച്ച് ഏറ്റു പറഞ്ഞു, കാശെടുത്തുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറെ ഒന്നും ചെയ്തില്ല, ശാരീരികമായിട്ടുള്ള ഒരു ഉപദ്രവവും ഇല്ല, ഒന്നുമില്ല. ഇവർ ഈ ഫ്ലാറ്റിൻ്റെ താഴെ വന്ന് ഇതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് വിളിച്ചിരുത്തി. അപ്പോൾ ഇടയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വെള്ളം കൊടുത്തു. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ അന്തസ്സായിട്ട് സംസാരിച്ചു. അവിടെ തെറിയൊന്നും പറഞ്ഞിട്ടില്ല, അവരെ അശ്ലീലം ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല ഭാഷയിൽ അവരുടെ സംസാരിച്ചേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ ചെയ്തത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പൈസ തരണമെന്ന് പറഞ്ഞു. അവസാനം ഇതിൻ്റെ എങ്ങാണ്ട് ഒരെണ്ണത്തിൻ്റെ ഭർത്താവ് പോയി ഏതാണ്ട് 8 ലക്ഷം രൂപ ഏതാണ്ട് സംഘടിപ്പിച്ച് അന്നേരം തന്നെ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ രൂപ സംഘടിപ്പിച്ചുകൊണ്ട് കൊടുക്കാൻ അറിയാം കേട്ടോ. ബാക്കി എന്നാലും ഇത്രയും രൂപ പോയതാണ്. ഇവർ പരാതി കൊടുക്കുകയൊന്നും വേണ്ട. കാരണം ഈ പെൺകുട്ടികളല്ലേ, ഈ മോഷണം ആയിട്ട് കള്ളികളെന്ന് ഇവരെ അറിയപ്പെടത്തില്ലേ. അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ച് നല്ല മനസ്സോടുകൂടി കൃഷ്ണകുമാറൊക്കെ പരാതി കൊടുത്തില്ല ആദ്യം. ഇത് 30-ാം തീയതി ആണെങ്കിൽ ഇത് വെച്ചോണ്ടിരുന്നിട്ട് അവസാനം എന്താ സംഭവിച്ചേ? ഈ പെൺകുട്ടിയെ ദിയ കൃഷ്ണയെ വിളിച്ച്, ഈ ഗർഭിണിയായ കുട്ടിയെ വിളിച്ച് രാത്രി 10 മണിക്ക് ഇതിൽ ഒരുത്തൻ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ കംപ്ലൈൻറ്റ് നിങ്ങൾ കൊടുക്കരുത്, ഇതിൽ നിന്ന് മാറിക്കൊള്ളണം, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകളോ ഇങ്ങനെ ചെയ്തുകളോ എന്നൊക്കെ ആയി. അപ്പോൾ കൃഷ്ണകുമാർ കൊണ്ടുവന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിലല്ല, അവിടെ ACPക്ക് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത അറിഞ്ഞുകൊണ്ട്
ഈ പെൺകുട്ടിക്ക് ആരോ ഇതിൻ്റെ പുറയിലുണ്ട്. കാരണം ഇവളുമാരുടെ കയ്യിൽ പണം ഇരിപ്പുണ്ടല്ലോ, കാശുണ്ട്. കാരണം ഇവരെ മോട്ടിച്ചുകൊണ്ട് പോയ പൈസ ഇരിക്കല്ലേ. അപ്പോൾ ഈ പരാതി കൊടുത്തത് അറിഞ്ഞുകൊണ്ട് ഒരു 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 കൗണ്ടർ ആയിട്ട് ഒരു കേസ് അങ്ങ് കൊടുത്തു. പക്ഷേ അത് കൗണ്ടർ കേസല്ല, അതങ്ങ് പോലീസുകാരെ മെയിൻ കേസായിട്ട് എടുത്തു. എന്താണെന്നേരം പറഞ്ഞേക്കുന്നത്, ഈ പെൺകുട്ടികളെയും അവരെ ഭർത്താക്കന്മാരെയും കൃഷ്ണകുമാറും കുടുംബം കൂടെ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടോ. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, അതുപോലെ മകള് ദിയ കൃഷ്ണ, ഈ ഗർഭിണി കൊച്ചിനെ, ഇതിനെയും കൂടെ പ്രതിയാക്കിയിട്ട് വലിയ ഒഫൻസാണ് ചാർജ് ചെയ്തേക്കുന്നത്, എല്ലാം ഇട്ടേക്കുന്നത്. കാരണം തട്ടിക്കൊണ്ടുപോകില്ല, അബ്ഡക്ഷനാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിച്ചു എന്നൊക്കെയാണുള്ള ആരോപണങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതിന് കേസ് അപ്പോഴേ അങ്ങ് എടുത്തു. അപ്പോൾ അതങ്ങ് മെയിൻ കേസായി. എന്നിട്ടെന്താ, ഈ കേസെടുത്ത മാത്രമല്ല, ഈ പോലീസുകാർ ചെയ്ത പണി അത് നാട്ടുകാരെയും കൂടെ വിളിച്ചറിയിച്ചു കേട്ടോ. മാധ്യമങ്ങളിലെല്ലാം അങ്ങ് വരുത്തി. കാരണം കൃഷ്ണകുമാറിനെതിരെ ഒരെണ്ണം കിട്ടിയതല്ലേ, കൃഷ്ണകുമാറും കുടുംബം ഇങ്ങനെ ചെയ്തു എന്നായി. ഇതിൻ്റെ കാര്യം ആരെങ്കിലും അറിയുന്നുണ്ടോ? അപ്പോൾ ഇത് കൃഷ്ണകുമാർ പറയുമ്പോഴാണ് അവസാനം ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നത് എല്ലാവർക്കും. അവരുടെ കയ്യിൽ എന്താണെന്ന് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവൻ. അത് നന്നായി. കാരണം ആ റെക്കോർഡ് ചെയ്തത് അവർ സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് ഒരു എഡിറ്റിങ്ങോ അതൊന്നും കണ്ടില്ല. അത് റെക്കോർഡ് ചെയ്തത് അനുസരിച്ച് അന്തസ്സായിട്ടാണ് ഇവരെ ഇരുത്തി, ഈ 3 പേരെ അവരുടെ ഇരുത്തിയാണ്, നിങ്ങൾ ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ നമുക്കിത് അവസാനിപ്പിക്കാം, നിങ്ങൾ സമ്മതിച്ചാൽ, ഇല്ലെങ്കിൽ അവസാനം നമുക്ക് പോലീസിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലും അന്നൊന്നും അതിനുള്ള തയ്യാറ് പോലും ഇവരില്ല. ഞങ്ങൾക്കും അതിന് സമയമില്ല പോലീസിൻ്റെ പുറം കടക്കാൻ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇത് കുറച്ച് നഷ്ടം വന്നാലും ഇതങ്ങ് കളഞ്ഞേനെ കൃഷ്ണകുമാറൊക്കെ. അന്നേരമാണ് ഇതേപോലുള്ള കള്ളപ്പരാതി അയാൾക്കും കുടുംബത്തിനും എതിരെ എഴുതി കൊടുക്കുന്നത്. എന്ത് ദ്രോഹമാണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. മനുഷ്യത്വമുണ്ടോ ഈ പെൺകുട്ടികൾക്ക്? ഇങ്ങനെ സ്ത്രീകളുണ്ടോ? കാരണം അതൊരു സ്ത്രീക്കെതിരെയല്ലേ അത് എഴുതി കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ അതിൻ്റെ ഒരു ദൗർബല്യം മുതലെടുത്ത് അതിൻ്റെ പണം മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോയി. അത് ചെയ്ത് കാറും വാങ്ങിച്ച്, സ്വർണവും വാങ്ങിച്ച്, വീടും വെച്ചു. എന്നിട്ട് ലാവിഷായിട്ട് നടക്കുക. അയൽക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവർക്ക് വലിയ ജോലിയാണ് കേട്ടോ. കാരണം ഇത്രയും ശമ്പളം ഇങ്ങനെ ആർക്കും കിട്ടത്തില്ലല്ലോ. നല്ല ഉയർന്ന ജീവിത നിലവാരമാണ് അവർക്ക്. ഏതായാലും ആ രീതിയിലുള്ള ഒരു ഇടപാടാണ് അവിടെ നടന്നത്. എന്നിട്ട് അപ്പം ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തൊരു ചെല്ലുണ്ട് കേട്ടോ, അരി തിന്നതും പോരാ, ആശാരിച്ച് കടിച്ചതും പോരാ, എന്നിട്ടും പട്ടിക്ക് നായിക്കാൻ മുറുമുറുപ്പൊന്ന്. ശരിയാണ്, അതിന് തുല്യമല്ലേ കാണുന്നത്. ഇത് ഈ പെൺകുട്ടിയുടെ ഈ പണം മുഴുവൻ അപഹരിച്ചു, മോഷ്ടിച്ചു. എന്നിട്ടെന്താ, അതിന് കള്ളക്കേസിൽ കൂടെ കൊടുക്കുകയാണ്. വളരെ ജാമ്യം കിട്ടാത്ത ഒഫൻസ്. പോലീസ് കിട്ടിയ പാടെ അങ്ങെടുത്തു കൊടുത്തു കേസ്. ഇതൊക്കെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഇതൊരു അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി കാണിക്കണ്ടേ? ഇതെന്താ കാര്യം? ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ 3 പെൺകുട്ടികളെയും അവരുടെ ഭർത്താക്കന്മാരെയും കൂടെ പിടിച്ച് അവിടെ തട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? കോമൺ സെൻസ് വേണ്ട ഈ പോലീസിന്. അത് പോലീസ് ആയതുകൊണ്ട് അവർക്ക് വേണ്ട. ഇത് അങ്ങനെയുള്ളവന്മാരില്ല പോലീസിൽ ഇപ്പോൾ. അതാണ് കാര്യം. ഇത് അന്വേഷിക്കാതെ, അയാൾ ഒന്നുമില്ലെങ്കിൽ അയാളൊരു രാഷ്ട്രീയപ്രവർത്തകനാണ്, അത് മാത്രമല്ല അറിയപ്പെടുന്ന ഒരു നടനാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാകണം. അയാളെ വില്ലൻ റോളിലേക്ക് അഭിനയിക്കുമ്പോണ്ടല്ലോ നമുക്ക് ദേഷ്യം വരും. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അയാൾ നല്ല അഭിനേതാവാണ്. അതിന് കുറ്റമല്ല, നല്ല മിടുക്കനായ നടനാണ്. അങ്ങനെയുള്ള ഒരാളെ ഇതേപോലെ ഒരു പബ്ലിക് ഫിഗറിനെ പിടിച്ച് ഇങ്ങനെ അയാൾക്കെതിരെ കേസെടുക്കാൻ നേരത്ത് ഒരു മര്യാദ വേണ്ടേ ഒന്ന് അന്വേഷിക്കാൻ? അയാളെ എന്താ ഇത് സംഭവിച്ചേക്കുന്നത് അന്വേഷിച്ച് ഒന്നും വേണ്ട. ഈ പെൺകുട്ടികൾക്കെതിരെയുള്ള കേസ് തെളിയിക്കാൻ എന്തോന്നറിയോ? 5 മിനിറ്റ് മതി. ബാങ്കിലോട്ട് വിളിച്ചു പറയണം ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് തരാൻ. ആ തരുന്ന ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് കൂടുതലും നടന്നേക്കുന്നത്. അറിയാം അല്ലെ ഇവർക്ക് ബാങ്കിൽ നിന്നുള്ള വിഡ്രോവല് പണം എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ കാര്യം തീരുന്നതല്ല ഉള്ളൂ. അതിന് പകരം ഇതിനെ ക്യാഷായിട്ട് കൊണ്ടുപോയത് ഈ 69 ലക്ഷം ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഇത് കണക്കിൽപ്പെടുന്നതാണ് ഈ പറയുന്നത്. ബാക്കി ക്യാഷായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയ, അവിടെ ഇരുന്ന് ക്യാഷായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് ഈ ദിയ പറയുന്നത് നമുക്ക് കേൾക്കാം. അതായത് 5 മണി അടിച്ചു കഴിഞ്ഞാൽ അലാറം വെച്ചേക്കുന്നവരാണ് എന്ന് വെച്ചാൽ വീട്ടിൽ പോയി. അവര് അവിടെ ഇരുന്ന് 6 മണി വരെ ഇരുന്ന് ക്യാഷ് കൊണ്ടുവരുമ്പോൾ മാത്രം. കാരണം ഇവിടെ വേറെ ഇടപാട് പാടില്ല, പറ്റത്തില്ല. കാരണം പണം അവർക്ക് കയ്യിൽ കിട്ടണം. അങ്ങനെ വിധിച്ചുകൊണ്ട് പോകുന്നതാണ്. ആ രീതിയിൽ കൊണ്ടുപോയിട്ടാണ് ഈ തോന്നിവാസം കൂടെ കാണിച്ചത്. ഇവർക്ക് നമുക്ക് ആദ്യം ഒക്കെ ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അതിശയൊക്കെ ആയിരിക്കും, വെറുതെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാനായിട്ട് താമസിച്ചത്. കാരണം ഇത് ആർക്കും പറയാമല്ലോ. പക്ഷേ ഇത് കണക്കുള്ള കാര്യമാണ്. കൃഷ്ണകുമാറിനും കുടുംബത്തിനും കണക്കുള്ള കാര്യമാണിത്.
അതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് ഫിഗറിനെ ഇങ്ങനെ മോശമാക്കുന്ന വിധത്തിൽ പെരുമാറിയ പോലീസിന് കേട്ടോ അവർക്ക് ഒരു അവാർഡ് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്തതിന്. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ പോലീസുകാർ ഒരു കാര്യം ചെയ്യണം. ഈ കേസ് 2 കേസുകളും ഞങ്ങൾ അന്വേഷിക്കും. 2 കേസ് എന്താണ്? സ്വമേധയാ അവരവിടെ ഫ്ലാറ്റിൻ്റെ താഴെ വന്നതാണ്. അത് കാണാം വീഡിയോയിലെല്ലാം. നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ലേ? ആരെങ്കിലും പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണെന്ന്, തട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ എവിടെ തട്ടി? എങ്ങും തട്ടുന്നതൊന്നും ആരും കാണുന്നില്ല. അത് എന്നിട്ടാണ് ഈ കള്ളക്കേസ് 2 കേസും അന്വേഷിക്കുന്നു. 2 കേസ് വന്നാൽ അന്വേഷിക്കണ്ടേ? ഈ പെൺകുട്ടിയുടെ പണം പോയ കേസ് ആദ്യം അന്വേഷിക്കട്ടെ. ആ പണം വാങ്ങിച്ച് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടിയെടുക്കുക. അതിൻ്റെ ആഭരണം ഒരുത്തി വാങ്ങിച്ചല്ലോ, അത് മുഴുവൻ അത് എടുത്ത് അത് കണ്ടുകെട്ടണം. അതേപോലെ തന്നെ കാറ്, അതുപോലെ തന്നെ വീട്. ഇതിനൊക്കെ ഈ പണം വെറുതെ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. അവരാരെയും പിടിച്ചു പറിക്കുന്നൊന്നുമല്ല. അവർ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇതേപോലെ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോൾ പോലീസ് അത് തിരിച്ചറിയണം. പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് ഇക്കാര്യത്തിൽ. അത് കൃഷ്ണകുമാർ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം. അതാണ് വേണ്ടത്.